ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മളൊരു പുതിയ വീക്കിലാണല്ലേ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഫ്രഷ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു വീക്ക് നല്ലൊരു വീക്ക് ആകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ വന്നിരിക്കുന്ന കുറച്ച് കമൻസുമായിട്ട് ബേസ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ അതിന് ആൻസർ തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനായിട്ടാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫ്രണ്ട്സ് റേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഉള്ള പവേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെ നിയമത്തിലാണ് അവർക്ക് പവേഴ്സ് കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അതിലേക്കാണ് എനിക്ക് ആദ്യം നിങ്ങളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് 3 ആക്ടിൻ്റെ പ്രൊവിഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനാണ് കേന്ദ്ര സർക്കാർ പവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ നാം ഏവർക്കും അറിയാവുന്ന പോലെ PMLA ആക്റ്റാണ്. PMLA ആക്ട് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, 2002 രൂപീകരിച്ച ആക്റ്റാണ്. രണ്ടാമത്തെ ആക്ട് എന്ന് പറഞ്ഞാൽ FEMA ആക്ട്, 1999 ഫോം ചെയ്ത ആക്റ്റാണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. പിന്നെ മൂന്നാമതൊരു ആക്ടും കൂടിയുണ്ട്, FIO ആക്ട് എന്ന് പറയും. അതാണ് ഏറ്റവും അവസാനം രൂപീകരിച്ച ആക്ടുകളിലൊന്ന്. അത് 2018 രൂപീകരിച്ച ആക്ടാണ്. എന്ന് പറഞ്ഞാൽ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. ഈ PMLA ആക്ട് നാം ഏവർക്കും അറിയാവുന്ന പോലെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറഞ്ഞാൽ കള്ളപ്പണം, അതുപോലെ ഹവാല ഇടപാടുകൾ, അതിനൊക്കെ തടയിടുന്നതിന് വേണ്ടി ഫോം ചെയ്ത ആക്ടാണ് ഈ PMLA ആക്ട്, 2002 രൂപീകരിച്ചിരിക്കുന്ന ആക്ട്. അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് എന്തെങ്കിലും അസറ്റ്സോ പ്രോപ്പർട്ടീസോ എന്തെങ്കിലും ഡെറൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള പവേഴ്സ് ഈ PMLA ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ആക്ട് എന്ന് പറഞ്ഞാൽ FEMA ആക്ട്, 1999 ഫോം ചെയ്ത ആക്ടാണ്. ഈ FEMA ആക്ടിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ട്രേഡ്, കാരണം വിദേശ നിക്ഷേപങ്ങളും വിദേശ നിക്ഷേപത്തിലൂടെ ബിസിനസ്സുകൾ റൺ ചെയ്യുന്ന അതിനെ ഒരു കൺട്രോൾ ചെയ്യുന്നതിന്, അതിൻ്റെ ഒരു മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ആക്ടാണ്. അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഫോറക്സ് മാർക്കറ്റ് ഉണ്ടല്ലോ, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് നടക്കും, അതിൻ്റെ ഒരു കൺട്രോൾ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് കൊണ്ട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് എല്ലാം റൺ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫോറക്സ് മാർക്കറ്റിന് ഒരു കോട്ടവും ഉണ്ടാകാത്ത രീതിയിൽ വിദേശ നിക്ഷേപവും അതുപോലെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ആക്ടാണ് FEMA ആക്ട്. പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് FIO ആക്ടാണ്. FIO ആക്ട് എന്ന് പറഞ്ഞാൽ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. സപ്പോസ് ഇപ്പോൾ ഒരു ക്രൈം നടത്തിയതിന് ശേഷം, എസ്പെഷ്യലി ഫിനാൻഷ്യൽ ക്രൈം നടത്തിയതിന് ശേഷം സപ്പോസ് ഒരാൾ രാജ്യം വിട്ടുകളയെന്ന് വിചാരിക്കുക. ഇന്ത്യൻ കോർട്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ കോടതിയുടെയും അല്ലെങ്കിൽ ഇന്ത്യൻ അതോറിറ്റീസിൻ്റെയും വലയത്തിൽ നിന്ന് രാജ്യം വിടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ആക്ടാണ് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. അത് 2018 ആ ആക്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ആക്ടാണ് PMLA ആക്ട്, FEMA ആക്ട്, FIO ആക്ട്. ഈ 3 ആക്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള പവേഴ്സാണ് ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെൻറ് പവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഹോപ്പ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു കമ്പനിക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യാമോ? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളുമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വെരി സിമ്പിളാണ്. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന പല കമ്പനീസും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് സീക്ക് ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ സ്വിഗ്ഗി എന്ന് പറഞ്ഞ കമ്പനി നേരത്തെ അറിഞ്ഞിരുന്നത് ബണ്ടിൽ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ടാണ്. 2014 ഇത് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അതിനെ സ്വിഗ്ഗി എന്നാണ് ഇപ്പോൾ റീബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ബണ്ടിൽ ടെക്നോളജീസ് മാറി ഇപ്പോൾ സ്വിഗ്ഗി എന്നാണ് അറിയപ്പെടുന്നത്. അത് ആക്ച്വലി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓൺലൈൻ ഫുഡ് ഓർഡറിങ്. നാം ഏവർക്കും അറിയാവുന്ന പോലെ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് ഒരു ഓൺലൈൻ ഫുഡ് ഓർഡറിങ് കമ്പനി ആയിട്ടാണ് അത് ഇരിക്കുന്നത്. അത് ആക്ച്വലി വരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ Q-commerce എന്ന് പറഞ്ഞ കാറ്റഗറി. Q-commerce എന്ന് പറഞ്ഞാൽ ക്വിക്ക് കൊമേഴ്ഷ്യൽ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് അതിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ സ്വിഗ്ഗി എന്താ ചെയ്യുന്നത്. സ്വിഗ്ഗി എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ പല റെസ്റ്റോറൻറ്റ്സ്, അതാത് സിറ്റീസിലുള്ള പല റെസ്റ്റോറൻറ്റ്സിൽ അവരായിട്ട് ടൈപ്പിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് വെഞ്ചറിലേക്ക് വരികയാണ്. ഇപ്പം പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, ഇപ്പം ഹോട്ടൽസിൽ എന്തായിരുന്നു, ഒന്നെങ്കിൽ അതാത് ഹോട്ടൽസ് അവരുടെ കസ്റ്റമേഴ്സിനെ പാഴ്സൽസ് എത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇന്നിപ്പം വേൾഡ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ സിറ്റീസിൽ ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്ന്.
അപ്പോൾ ഈ സ്വിഗ്ഗിയൊക്കെ ചെയ്യുന്നത് അവർക്ക് ഓണായിട്ട് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. അവർ ഈ പറഞ്ഞിരിക്കുന്ന റെസ്റ്റോറൻറ്റ്സുമായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറിലേക്ക് വരികയും അവരിൽ നിന്നാണ് അവരിൽ നിന്ന് നമുക്ക് ഫുഡ് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ അവരൊരു സർവീസാണ് അവിടെ റെൻഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ എടുത്താൽ യൂബർ ഒന്നും സ്വന്തമായിട്ട് അവർ കാർസോ അല്ലെങ്കിൽ ഓട്ടോസോ ഒന്നും അവർ ഓൺ ചെയ്യുന്നില്ല. അവർ നമ്മുടെ നാട്ടിലുള്ള ഓട്ടോ ചേട്ടന്മാരടുത്തും അതുപോലെ തന്നെ പല ക്യാബ്സുമായിട്ട് അവർ എഗ്രിമെന്റിലേക്ക് വരികയും അപ്പം യൂബറിന്റെ ബിസിനസ് കിട്ടുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്കും അതുപോലെ ടാക്സീസ് ഓടുന്ന അവർക്കും ആ ബിസിനസ് ക്യാബ് സർവീസും ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള ബിസിനസ് കിട്ടുന്നു. അപ്പോൾ ആ യൂബറും അതാത് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് കാണും. അതുപോലെ തന്നെയാണ് സ്വിഗ്ഗി കമ്പനിയും ആ പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ്സുമായിട്ട് എഗ്രിമെന്റ് കാണും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് കാണും. അപ്പം അതിൽ നിന്നാണ് സ്വിഗ്ഗി ആണെങ്കിലും യൂബർ ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും പല കമ്പനീസും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡർ എന്നുള്ള രീതിയിലുള്ള ഒരു കമ്പനി റൺ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരൊരു ഇന്റർമീഡിയറിയുടെ ഒരു ഇടനിലക്കാരൻ്റെ ഒരു ഫംഗ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന കമ്പനീസ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് പ്രോഡക്റ്റ് വേണമെന്ന് ഇല്ല. ഇപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ഇപ്പം നമുക്ക് മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ നമുക്കറിയാമല്ലോ സ്റ്റേജ് ഫസ്റ്റ് ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഈ പ്രൊഡ്യൂസറിൽ നിന്ന് ഹോൾസെയിലേഴ്സിലേക്ക് വരണം. ഈ ഹോൾസെയിലേഴ്സിൽ നിന്ന് റീറ്റെയിലേഴ്സിലേക്ക് വരണം. അപ്പോൾ റീറ്റെയിലേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് വരണം. അപ്പോൾ ഈ ഒരു ചെയിൻ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. അത് നമ്മളിപ്പം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ കോൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല. സർവീസ് എന്നുള്ള ബേസിൽ വേണമെങ്കിൽ നമുക്ക് റൺ ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രാഞ്ചൈസീസ് കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് റൺ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ KFC എല്ലാവരും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ KFC തന്നെ ഡയറക്റ്റ്ലി എല്ലാ ഷോപ്സും റൺ ചെയ്യണമെന്നാണോ? അല്ല. ഇപ്പോൾ പല സിറ്റീസിലും KFCs അവരുടെ ഇപ്പം എല്ലായിടത്തും അവർക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ KFC ആണെങ്കിലും മെക്ഡൊണാൾഡ്സ് ആണെങ്കിലും പല സിറ്റീസിലും അവർ ഫ്രാഞ്ചൈസീസ് ഓഫർ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ KFCയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മെക്ഡൊണാൾഡ്സോ അവർ പറയുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതനുസരിച്ച് ഫോളോ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി എമൗണ്ട് കൊടുത്തുകൊണ്ട് ആ KFCയുടെ മെക്ഡൊണാൾഡ്സിൻ്റെ ഫ്രാഞ്ചൈസീസ് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്യാം. അപ്പോൾ ലേബൽ ആ KFCയും മെക്ഡൊണാൾഡ്സും ആണെങ്കിലും ബിസിനസ് റൺ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആയിരിക്കും, ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കാം. എന്നിട്ട് ആ KFC കമ്പനിയായിട്ട് അവർക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് കാണും. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നതിൽ അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായല്ലേ? അപ്പോൾ അവരുടെ ഗൈഡ് ലൈൻസ് ഫോം ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. പിന്നെ മൂന്നാമത്തെ ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യമായിട്ടാണ് ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് EDക്ക് ബഡ്സ് ആക്റ്റുമായിട്ട് എന്തെങ്കിലും പവേഴ്സ് ഉണ്ടോ? ആൻസർ വെരി സിമ്പിളാണ്. ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ആക്ടുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമേ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ സെൻട്രൽ ഗവൺമെൻറ് പവേഴ്സ് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് PMLA ആക്ട്, 2 FEMA ആക്ട് 1999, അതുപോലെ മൂന്നാമത്തെ ആക്ട് എന്ന് പറഞ്ഞാൽ FIO ആക്ട് 2018 രൂപീകരിച്ച ആക്ടാണ്, ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. ഈ 3 ആക്ടുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമേ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സെൻട്രൽ ഗവൺമെൻറ് പവേഴ്സ് കൊടുത്തിട്ടുള്ളൂ. വേറെ ഒരു ആക്റ്റും കൺട്രോൾ ചെയ്യാനുള്ള പവേഴ്സ് ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരുന്നു. അപ്പോൾ ബഡ്സ് ആക്ട് 2019 കൺട്രോൾ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു പവേഴ്സും ഇല്ല. ആൻസർ ഈസ് വെരി സിമ്പിൾ. നമ്മൾ മുൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ബഡ്സ് ആക്ട് കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? ആർക്കാണ് അതോറിറ്റീസ് കൊടുത്തിരിക്കുന്നത്? ഒന്ന് കോമ്പറ്റന്റ് അതോറിറ്റി, പിന്നെ അതുപോലെ കോമ്പറ്റന്റ് അതോറിറ്റിയെ സഹായിക്കുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അതായത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആകാം. ഓക്കെ. പിന്നെ അതുപോലെ ഈ ബഡ്സ് ആക്ടുമായിട്ട് വിധി പറയുന്ന പ്രസ്തുത കോടതികൾ, ഡെസിഗ്നേറ്റഡ് കോർട്സ്. അപ്പോൾ ഇൻ ഷോർട്ട് നമുക്ക് പറയാവുന്നത് കോമ്പറ്റന്റ് അതോറിറ്റി ആൻഡ് ദെയർ അസിസ്റ്റിംഗ് ഒഫീഷ്യൽസ് പ്ലസ് ഡെസിഗ്നേറ്റഡ് കോർട്സ്. ഇവർക്ക് മാത്രമേ ബഡ്സ് ആക്ട് 2019 പവേഴ്സ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ആൻസർ തരാൻ വേണ്ടിയാണ് ഈ സെഷൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ചോദ്യമായിട്ട് പറയുന്നില്ല, ഞാൻ കുറച്ച് കമൻസുകൾ കണ്ടിരുന്നു. ഈ നെഗറ്റീവ്സിനെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം, നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളൊരു ജനറൽ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അതിന് എനിക്കൊരു ജനറൽ ആൻസറാണ് പറയേണ്ടത്. ഇപ്പോൾ നമ്മളെ വിമർശിച്ച് ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം, ആർക്ക് വേണമെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്ലി രീതിയിൽ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു അഡ്വൈസ്. ഇപ്പോൾ നെഗറ്റീവ്സ് ഇപ്പോൾ
ആരും നമുക്ക് ഒരു ആരുടെയും ആരും നമ്മളെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചിലവിന് തരുന്നവരല്ല. ഇപ്പം ചിലവിന് തരുന്നവരാണെങ്കിൽ ഓക്കെ, നമുക്കത് ഓക്കെ അവർ പറയുന്നത് നമുക്ക് അത് കേൾക്കാം എന്നുള്ളൊരു അഡ്വൈസ് പറയാം. അതല്ല ജസ്റ്റ് ഒരു വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കുറ്റം മാത്രം ആരോപിക്കുന്ന ഒരു രീതിയിൽ ആണ് നെഗറ്റീവ്സ് ആൾക്കാർ റേസ് ചെയ്യുന്നതെങ്കിൽ അത് ബെറ്റർ ടു ലീവ്, അല്ലെങ്കിൽ ബെറ്റർ ടു കീപ് സൈലൻസ്. ഞാൻ ആസ് യൂഷ്വൽ പറയുന്ന പോലെ അതിനൊന്നും ആൻസേഴ്സ് റിപ്ലൈ കൊടുക്കണ്ട, അല്ലെങ്കിൽ ആൻസേഴ്സിന് അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു കമൻറ്റിന്, നെഗറ്റീവ്സിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള കമൻറ്റിന് എൻ്റെ ആൻസറും ഇതാണ്. നിങ്ങളെ അത് അവർക്ക് നിങ്ങളായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ബെറ്റർ ലീവ്. അതിന് വില കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ ഗൗനിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ്. ഞാൻ അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്നത്. ക്രിറ്റിസിസംസ്, പോസിറ്റീവ് രീതിയിലുള്ള ക്രിറ്റിസിസംസ് സ്വീകരിക്കാറുണ്ട്. പക്ഷേ അതൊരു ഇൻറ്റൻഷനലി ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം ആണെങ്കിൽ ലീവ് ഇറ്റ്. അതാണ് എനിക്ക് ഫ്രണ്ട്സിനോട് എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ സെഷൻ പ്ലാൻ ചെയ്തത്. എല്ലാം അഡ്രസ്സ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വീക്കിൻ്റെ തുടക്കത്തിലാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം ഏവർക്കും ആശംസിക്കുന്നു. നല്ലൊരു വീക്ക് ഏവർക്കും ആകട്ടെ തന്നെയാണ്. കാരണം ഈ വീക്കിൽ നമുക്ക് പല വേറെയും കൂടെ ഇപ്പോൾ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ ബുധനാഴ്ച ഹൈക്കോർട്ടിൽ കേസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാദങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് കാണാം. നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വാദം തന്നെ ഉണ്ടാകട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഹോപ്പ് എല്ലാം ക്ലിയർ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വൺസ് അഗെയിൻ ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ ഗ്രേറ്റ് വീക്ക്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ.